ഹലോ, ഇന്ന് ഇതുകൊണ്ടൊരു എലിശ്ശേരി വെക്കാന്ന് വിചാരിച്ചു. ഇതൊരു വിധം അതെ, ഒരു തരം ചീരയാണ് കേട്ടോ അത്. പക്ഷെ ഇതിങ്ങനെ ചെടിയായിട്ട് വളരുന്നു മാത്രം. ചീരയുടെ എന്താണ് വർഗത്തിൽപ്പെട്ടതാണിത്. ഇതൊരു കമ്പ് കൊത്തിയാൽ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഒരു കമ്പ് കൊത്തിയിട്ടേ ഉള്ളൂ. അതിന്ന് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് നിറച്ചുണ്ടാവും. അപ്പൊ ഇതിന്റെ ഞാനൊരു കുറച്ച് എടുക്കുന്നുള്ളൂ. ഇതൊന്നും മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടില്ല കേട്ടോ. കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടില്ല. ഇതിങ്ങനെ ഉണ്ടാക്കുന്ന വേണം. ഇത് നമ്മൾ നന്നായി കഴുകി ചീര അരിയുന്ന മാതിരി തന്നെ കേട്ടോ, ചെറുതായിട്ട് അരിയാം. പക്ഷെ ഇതിന് എന്താ വെച്ചാൽ ചീരനേക്കാളും നല്ല വേവുണ്ട്. ഒരു 2-3 വിസിൽ വരുത്തണം. ഇത് എലിശ്ശേരി പരിപ്പിട്ടിട്ട് എലിശ്ശേരി ഉണ്ടാക്കാം, ഉപ്പേരി ഉണ്ടാക്കാം. പക്ഷെ എലിശ്ശേരിയാണ് കുറച്ചും കൂടി നല്ല സ്വാദ്. ഇന്നിവിടെ ഇപ്പൊ നല്ല വെയിലാട്ടോ. രാവിലെ നല്ല മഴയായിരുന്നു. ഇത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒരു 2-3 വിസിൽ വരുത്തണം. അപ്പൊ ഞാൻ ഓൾറെഡി പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇതിലേക്ക് ഇടാണ്. കുക്കറിലേക്ക് പരിപ്പ് ഇടുക കേട്ടോ. അത് ഞാൻ എന്താ വെച്ചാൽ 2 ദിവസത്തേക്ക് ഞാൻ പരിപ്പ് വേവിച്ച് വെക്കും. കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കുക്കറിൽ കുറച്ചായിട്ട് വേവിക്കുമ്പോൾ വേവാൻ കുറച്ച് പണിയാണ്. അപ്പൊ ഞാൻ കുറച്ചധികം വേവിച്ച് 2 ദിവസത്തേക്ക് എടുത്ത് വെക്കും. അപ്പൊ അത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ചീര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല വേവുണ്ട് കേട്ടോ. ഒരു 2-3 വിസിൽ എന്തായാലും വരണം. കുറച്ച് വെള്ളം പാരുന്നുണ്ട്. മഞ്ഞപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാം. കുറച്ചും കൂടി വെള്ളം പാരുന്നു കേട്ടോ. വെള്ളം കുറവാണ്. ഒന്ന് ഇളക്കി നന്നായി വേവിക്കാം. ഇനി അത് വേവുമ്പോഴേക്കും നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരിക്ക് ഞാൻ കൊത്തവരയാണ് കേട്ടോ എടുക്കുന്നത്. കൊത്തവര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപ്പേരിയാണ്. പക്ഷെ കുറച്ച് വേവുണ്ട്. അധികം കഴിക്കാനും പറ്റില്ല. മറ്റുള്ള ഉപ്പേരികളുടെ മാതിരി ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വെച്ചാൽ കുറച്ച് കഴിക്കാം. നമ്മള് കുറെ ഉപ്പേരി കഴിക്കില്ലേ, എന്താ പയറായാലും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഇത് ഒരളവിന് കൂടുതൽ കഴിച്ചാല് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിലേക്ക് ഞാൻ ഒരു സവാളയും ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വഴറ്റിയിട്ട് ശരിയാക്കാം. അപ്പൊ 3-4 വിസിൽ വന്നു കേട്ടോ. ഇനി ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പാരണം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ഉഴുന്ന് പരിപ്പ്. കടുക് നല്ല പൊട്ടി. ഇനി ഉള്ളിയും പച്ചമുളകും വഴറ്റുകയാണ്. 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടണം. ഈ കൊത്തവരയ്ക്ക് കുറച്ച് വേവുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം പാർന്നിട്ട് വേവിക്കണം. ഒരു ചമർപ്പ് രസാട്ടോ ഈ ഇതിനെ. പക്ഷെ നല്ല സ്വാദാണ് കഴിക്കുക. കുറച്ച് വെള്ളം പാരുന്നുണ്ട്. ഇപ്പൊ മഞ്ഞപ്പൊടിയാണ് ഇട്ടത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഇനി നമ്മൾ ചീരയിലേക്ക് അരച്ചു പാരുന്നത് നാളികേരം, കുറച്ച് ജീരകവുമാണ് കേട്ടോ. ഞാൻ അരപ്പ് പാരാൻ പോവാണ്. ഇനി ഒന്ന് തിളക്കട്ടെ. ഉപ്പേരി റെഡി ആയിട്ടോ. ഇത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ വറുത്തിടുന്നത്. അതൊന്ന് ചെറുതായിട്ട് അരിയുന്നുണ്ട്. ചിലവര് കടുകും മുളകും വറുത്തിടും. പക്ഷെ എനിക്ക് ഇഷ്ടം ഈ ഉള്ളി മൂപ്പിച്ചിടുന്നതാണ്. ഉള്ളി നന്നായി മൂത്ത് കിട്ടാൻ ഇത് ഓഫ് ചെയ്യണ. ഇതിലേക്ക് ഇടാം.
ശരിക്കും നമ്മുടെ ചീരക്കൂട്ടൻ മാതിരി തന്നെയാണ് കേട്ടോ കാണുമ്പോൾ ഉണ്ടോ. പക്ഷെ കുറച്ച് വേവ് അധികം, ചീരനേക്കാളും മുരിങ്ങയിലേനേക്കാളും ഒക്കെ കുറച്ച് അധികം വേവ് ഉണ്ടെന്ന് മാത്രം. ഇനി കുറച്ച് അരിക്കൊണ്ടാട്ടം വറുക്കണേ. പപ്പടം ഇല്ല, അപ്പൊ അതിന് പകരമായിട്ട് അരിക്കൊണ്ടാട്ടാണ് വറുക്കുന്നത്. ഇതന്ന് ഞാൻ ഉണ്ടാക്കിയ അരിക്കൊണ്ടാട്ടം കേട്ടോ. ഈ അരിക്കൊണ്ടാട്ടമൊക്കെ നമ്മൾ വേനൽക്കാലത്ത് ഉണ്ടാക്കി വെച്ചാൽ വർഷക്കാലത്ത് ഇങ്ങനെ കുറെ ഉപകാരങ്ങൾ ഉണ്ടാവും. ചായയുടെ കൂടെ കഴിക്കാം. പപ്പടം ഇല്ലെങ്കിൽ അതിന്റെ കൂടെ പപ്പടത്തിന് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇത് അരി കൊണ്ട്, നമ്മൾ അരി കൊണ്ട് ഉണ്ടാക്കിയതല്ല, ചോറ് അരച്ചുണ്ടാക്കിയതാണ്. അരിക്കൊണ്ടാട്ടം റെഡി. ഇന്നൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ. ചീരക്കൂട്ടാനും പിന്നെ ഇപ്പൊ ഇത് ഇന്നലെ ഉണ്ടാക്കിയ ചക്കക്കൂട്ടാനാണ് കേട്ടോ. ചക്ക ഞങ്ങളിവിടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചക്കയുടെ ടേസ്റ്റ് ഒക്കെ മാറി തുടങ്ങിട്ടോ. നമ്മള് വേനൽക്കാലത്ത് കഴിക്കുന്ന ചക്കയുടെ ടേസ്റ്റ് ഇല്ല, മഴ പെയ്തിട്ടേ. അപ്പോൾ ഇനിയുണ്ട് കുറച്ചും കൂടി ചക്ക. പിന്നെ നമ്മുടെ ഇഞ്ചിപ്പുളി, പച്ചക്കുടംപുളി കൊണ്ട് ഉണ്ടാക്കിയത് കാരണം നമ്മുടെ സാധാ പുളിയല്ലല്ലോ. പിന്നെ കുറച്ച് കൊണ്ടാട്ടം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ മെനു. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതുക കേട്ടോ. അപ്പോ തുടങ്ങിക്കോളും. കർക്കിടക മാസമായതുകൊണ്ട് മീനുകളൊക്കെ, മീൻ മേടിക്കല് കുറവാന്ന് പറഞ്ഞാൽ മീൻ മേടിക്കാറില്ല എന്ന് പറയുന്നില്ല. മീൻ മേടിക്കാറുണ്ട് എപ്പോഴെങ്കിലൊക്കെ. അങ്ങനെ അധികം അമ്പലത്തിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും, അപ്പൊ അവിടേക്ക് പോകുമ്പോൾ അങ്ങനെ മേടിക്കാൻ പറ്റാറില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.